എന്റെ ചോദ്യം, ഞാൻ പറഞ്ഞൊരു കാര്യം ശരി, ഞാൻ വിമർശിച്ചു, നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ എന്റെ മേൽ നിയമ നടപടികളോ മറ്റുള്ള കാര്യങ്ങളോ എടുക്കാൻ ഞാൻ എന്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ മഹാനായ വ്യക്തി പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ എത്രത്തോളം നിങ്ങൾ അപമാനിക്കുന്നു, അങ്ങനാണ് ഇങ്ങനാണെന്ന്. ഈ മൂപ്പൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് എവിടെയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. മൂപ്പൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും വളരെ മോശമായിട്ട് പറയണതോ അവളെ പറ്റിയിട്ട്, അവളുടെ പാസ്റ്റ് ഹിസ്റ്ററി പറ്റിയിട്ട് സംസാരിക്കണതോ, അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു രീതിയിലും കണ്ടിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് ഈ പറയുന്ന മറ്റേ വ്യക്തിയെ ഇത്ര പോനെ നമ്മൾ ആക്ഷേപിച്ചു കൊടുത്തു? അവൾ അതിൽ ചെയ്ത കാര്യങ്ങളെ മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ജാസ്മിൻ്റെ പഴയ കാര്യങ്ങളോ വേറെ റിലേഷൻഷിപ്പിൻ്റെ ഓരോരുത്തരും എനിക്കൊന്ന് വേറെ ഏതൊക്കെയോ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരും ഒന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാനത് ഏറ്റുപിടിച്ചിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനല്ല, കാര്യം എനിക്ക് അതിന് താല്പര്യമില്ല. കാര്യം നമ്മുടെ കണ്ണിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ആൾ ഏത് രീതിയിലുള്ളതാണെന്ന്. കാര്യം ബിഗ് ബോസിനകത്ത് തന്നെ കാണിച്ച് കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ ഒരു ഷോയ്ക്കകത്ത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പൂർണ്ണമായിട്ടും അവകാശമുണ്ട് നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്. അത് വളരെ ഹെൽത്തി ക്രിറ്റിസിസം ഈസ് ഓക്കെ. പക്ഷേ നമ്മൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നിരുന്ന് ചീത്ത വിളിക്കുകയോ എടിക്കുകയോ അങ്ങനെ കൊല്ലം പറയുന്നതിനകത്തോ അല്ലെങ്കിൽ ഡിഫമേഷൻ അതിന് കേസ് കൊടുക്കുന്നതിനകത്തോ ന്യായമുണ്ടെന്ന് പറയാം. ഇതെന്തിൻ്റെ പേരിലാണ് ഇവനൊക്കെ പിന്നെ ഇങ്ങനെ പറയണത്? മൂപ്പൻ്റെ ഏത് വീഡിയോ ആണെന്ന് ചോദിച്ചിട്ട് പോലും ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല. വായി തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുവാണ്. സിബിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സിബിന് വട്ടാണെന്നും അതേ കണക്ക് വട്ട് ഇവനുമാണെന്നും ഒക്കെയാണ് ഇവന്മാർ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ സിബിൻ്റെ ഒരു പ്രസ് മീറ്റിനകത്ത് സിബിൻ ഫേസ് ചെയ്തതും സിബിൻ്റെ അമ്മയെ വണ്ടി ഇടിച്ചിട്ട് പോയ ഒക്കെ കേസ് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഇവന്മാരുടെ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, എന്നെ കൊല്ലാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ വരേണ്ടത്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? എന്റെ പൊന്നു ബ്രോ, കൊല്ലാനുള്ളതെന്ന് പറഞ്ഞാല് ഞാൻ നാളെ രാവിലെ ബ്രോയിനെയും കൊണ്ട് കുത്താനായിട്ട് വീട്ടിൽ വന്ന് നിൽക്കും എന്നുള്ള ഉദ്ദേശത്തില്ല. ബ്രോ ഇടുന്ന വീഡിയോസിൽ കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ വൾഗറായിട്ട് ഇപ്പൊ നമുക്ക് ഒരാളെ നമുക്ക് മോശമായിട്ട് പറയാൻ അങ്ങേ അറ്റം ബ്രോ പറയുന്ന രീതിക്കാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ നാളെ ബ്രോയുടെ വീട്ടിൽ വന്ന് കുത്താനായിട്ട് നിൽക്കും എന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ അങ്ങനെയാണ് തോന്നി മണ്ണിലൊക്കെ ഉറച്ച് മുഖമൊക്കെ എന്തൊക്കെ ആക്കണമെന്നൊക്കെയാണല്ലോ. പിന്നെ ഒരു ഇപ്പൊ എനിക്കറിയാലോ അപ്പം ഇങ്ങനെ, അതായത് ആ വീഡിയോയുടെ റെസ്പോൺസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്നല്ല. ഞാൻ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ ഒരു വിവരവും ഇല്ല. ഞാൻ വേറെ ഇത് കണക്ക് കുറേ ടീമുകളുടെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെല്ലാം ഇത് കണക്കാണ്, ഇതേ കാറ്റഗറിയിലുള്ള ടീമുകളാണ്. ഇവന്മാരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നട്ടലെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തവന്മാരൊക്കെ അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വിളിക്കുമ്പം പോലും ഇവക്കിടന്ന് മെഴുകുന്ന് ഫോണിനകത്തിടന്ന്. അല്ലെ അവ അന്തസ്സായിട്ട് പറഞ്ഞ് എന്തായിരുന്നു എന്തെങ്കിലും സമ്മതിക്കണം കേട്ടോ. എന്തായാലും ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടി കാണുമല്ലോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളുടെ. സ്വന്തമായിട്ട് അവൻ കാലിൽ നഖമൊക്കെ കടിച്ച് തിന്നുമെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കരം തന്നെ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.